ദൈവത്തിൻ്റെ സ്ഥിരമായ നാമത്തിന് മോദമാറാകട്ടെ. ഒരിക്കൽ കൂടി അടിയന് ഈ ദിവസങ്ങളുടെ മുമ്പിൽ ആയിരിക്കുവാൻ സുഹൃത്തുക്കളുടെ ദൈവം അവസരം നൽകിയവർക്ക് നന്ദിയോടെ ദൈവത്തെ മുഖത്തപ്പെടുത്തുന്നു. എന്നെ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. ഇവിടെ നിശ്ചയതുപോലെ ഡേവിസ് കളിയനാണ്, ബിന്ദുവിൻ്റെ ആങ്ങളെയാണ്. ഇവിടത്തുള്ള പല കുടികളിലും ഞാൻ വരികയും ഒരുമിച്ച് ഉള്ള ദൈവജനത്തിൽ ഒന്നിച്ച് ദൈവത്തെ ബോധ്യപ്പെടുത്താനൊക്കെ എനിക്കിട വന്നിട്ടുണ്ട്. ഞാൻ സ്നേഹിക്കുന്ന ഒരു ദൈവസഭയാണ് എന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒന്ന് രണ്ട് നന്ദിയുടെ വാക്കുകൾ പ്രയോഗിക്കാണ്ട് സാധിക്കുകയില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ 2 മാസം മുമ്പ് എൻ്റെ ജീവിതത്തിലുണ്ടായ പ്രയാസത്തിൽ ഇവിടെയുള്ള ദൈവസഭ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എന്നെ വളരെയധികം സഹായിച്ചു. നിങ്ങളുടെ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ വലിയ ധൈര്യത്തിന്, എൻ്റെ ജീവിതത്തിലെ പ്രയാസത്തിൽ എനിക്ക് ധൈര്യപ്പെടുവാൻ, ആ പ്രതിസന്ധി അതിജീവിക്കുവാൻ എനിക്കിട വന്നിട്ടുണ്ട്. ഒരു ദിവസം അടിയൻ പറഞ്ഞു, ജോനിപ്പോൾ ചാക്കോന്നാണെങ്കിൽ പേര്, ജൂൻ കൂടെയാണ് വിളിക്കുന്നത്. ജോനിപ്പോൾ ഞങ്ങളുടെ സഭയിലെ ഒരു കുടുംബാംഗത്തെ പോലെയാണ്. കാരണം ഈ ദൈവസഭയുടെ പ്രാർത്ഥനയിൽ, കുടുംബ പ്രാർത്ഥനയിൽ, വ്യക്തിപരമായ പ്രാർത്ഥനയിലെല്ലാം എൻ്റെ വിഷയം വളരെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിൻ്റെ നന്മ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ദൈവസഭയോട് പ്രത്യേകം ഞാൻ നന്ദി അറിയിക്കുകയാണ്. എല്ലാവരും ഈ സഭയിലെ ഒരു അംഗത്തെ പോലെ, ഞങ്ങളുടെ കുടുംബത്തിലെ അംഗത്തെ പോലെ എന്നെ സ്നേഹിക്കുകയും എൻ്റെ പ്രയാസത്തിൽ എന്നെ പ്രാർത്ഥിക്കുകയും ചെയ്തു. എൻ്റെ ഹൃദയംഗമായ നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഞാൻ മിഷൻ ഹോസ്പിറ്റലിലാണ് ലാസ്റ്റ് ചികിത്സയൊക്കെ ചെയ്തത്. പ്രിയ ഡോക്ടർ ഒരു വാക്ക് നന്ദി പറയാതിരിക്കാൻ സാധിക്കുകയില്ല. കാരണം ഞാൻ അവിടെ വന്നിട്ട് എനിക്കൊരു പ്രാവശ്യം പോലും, ഒരു 5ഓളം പ്രാവശ്യം ഞാൻ ഡോക്ടറെ കാണാനായിട്ട് വന്നു. ഒരു പ്രാവശ്യം പോലും എനിക്ക് ടോക്കൺ എടുത്ത് പോകേണ്ടി വന്നില്ല. കാരണം സാർ അതെല്ലാം എനിക്ക് ചെയ്തു തന്നു. എനിക്ക് അത് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. കാരണം ഒരു സാധാരണക്കാരനെ പോലെ, എൻ്റെ ഒരു ജ്യേഷ്ഠനെ പോലെ എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ എപ്പോഴും ഡോക്ടർ വരുമ്പോൾ, പിറ്റേ തോന്നുന്ന ഡോക്ടർ വരുമ്പോൾ എപ്പോഴും സാറിൻ്റെ ഒരു പേര് പറയാതെ ഡോക്ടർ എന്നോട് ഇന്നലെ സംസാരിച്ചിട്ടില്ല. ഡോക്ടർ എന്നിട്ടാണ് എന്ന് പറഞ്ഞ് എന്നോട് സംസാരിക്കുന്നത്. എന്നെ അത്രയധികം സ്നേഹിക്കുകയും എന്നെ കരുതുകയും ചെയ്തു. ദൈവസഭയെ ഞാൻ ഒരുപാട് നന്ദിയുള്ളവനാണ്. സാക്ഷ്യമായിട്ട് 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എനിക്ക് നൽകിയ ചിന്ത പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ അപ്പൻ ഇവിടെ വന്ന് ഞങ്ങളുടെ സാക്ഷ്യമൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ഒരു 30 വർഷമായി പഴയപ്പാടത്തുള്ള ദൈവജനത്തോട് ചേർന്ന് ദൈവത്തെ ആരാധിച്ച് ബോധ്യപ്പെടുത്തി വരികയാണ്. ഒരു 90-ലാണ് എൻ്റെ അപ്പൻ രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വരുന്നത്. യാക്കോബായ സമുദ്രത്തിലായിരുന്നു. വളരെ കള്ളുകുടിയും പോലീസ് കേസും ഫോറസ്റ്റ് കേസൊക്കെ ആയിട്ട് നാട്ടിലും വീടിനൊക്കെ ഭാരമായിട്ട് ജീവിച്ച ഒരാളായിരുന്നു എൻ്റെ അപ്പൻ. എന്നാൽ ദൈവം കരുണ കാണിച്ചു. ദൈവത്തെ അറിയുവാൻ സാക്ഷരത കേരളത്തിൽ വന്നതോടുകൂടി ദൈവത്തിന് വിദ്യാഭ്യാസമില്ല, സാക്ഷരത വരുന്നതോടുകൂടി ദൈവജനം വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ദൈവത്തിന് ഇടവന്നു. 90-കളിൽ രക്ഷിക്കപ്പെട്ടു. പഴയപ്പാട് ദൈവസഭയോട് ചേർന്ന് ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു. ആ സഭയെയും ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണം. കഴിഞ്ഞ നാളുകളിൽ ദൈവം വളരെ സജീവമായി മുന്നോട്ട് പോകുന്ന ഒരു ദൈവസഭയാണ്. സഭയെ പ്രാർത്ഥനയിൽ ഓർക്കണം. അവിടെയും എല്ലാ ആഴ്ചകളിലും കുടിലുകളിലും, ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും കുടികളുണ്ട്. ഞായറാഴ്ച ബൈബിൾ ക്ലാസ് ഉണ്ട്. അതുപോലെ വ്യാഴാഴ്ച സഹോദരന്മാർ ദൈവം അറിയിക്കാൻ പോകുന്നു. എൻ്റെ അപ്പൻ തൃശ്ശൂരുള്ള മിക്കവാറും സ്ഥലങ്ങളിൽ പോയിട്ട് ട്രാക്ട് വിതരണത്തിനായിട്ട് പോകുന്നുണ്ട്. വളരെ സജീവമായിട്ട് പോകുന്നു. സഭയുടെ പ്രവർത്തനങ്ങളെയും ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നു. ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് എൻ്റെ വാഴാനി സ്റ്റേഷനോട് ബന്ധപ്പെട്ട് അവിടെ ഫയർ മാർഷലായിട്ട് ജോലി ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ചെയ്യാവുന്ന മറ്റു ജോലിയെല്ലാം ചെയ്യുന്നുണ്ട്. മരമുറി, തെങ്ങുകയറ്റം, അതുപോലുള്ള റബ്ബർ വെട്ട്, അങ്ങനെയുള്ള എല്ലാ പണികളും ഞാൻ ചെയ്ത് വരുന്നുകൊണ്ടിരുന്ന വ്യക്തിയാണ്. എന്നാൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചേർന്ന് അവിടെ ഫയർ മാർഷലായിട്ട് ജോലി ചെയ്യുകയാണ്. എന്നാൽ കഴിഞ്ഞ ഒരു 3 വർഷം മുമ്പ് അവിടെ കുതിരാൻ തുരങ്കം അവിടെ ആരംഭിച്ചതോടുകൂടിയിട്ട് ബീച്ച് കാട്ടിലുണ്ടായിരുന്ന കുറേ ആനകളെ അവർ വാഴാനി കാട്ടിലേക്ക് കടത്തിവിട്ടു. അങ്ങനെ വന്നപ്പോൾ അവിടെയുള്ള ആളുകളുടെ ജീവിതം വളരെ പ്രയാസമായി തീർന്നു. ആനകൾ നാട്ടിലേക്ക് ഇറങ്ങുകയും ഒരുപാട് പ്രയാസം ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ അകമല ഭാഗത്ത് അത് ഭയങ്കര രൂക്ഷമായി തീർന്നപ്പോൾ അവിടെയുള്ള MLAയുടെ നേതൃത്വത്തിൽ അകമല സ്റ്റേഷൻ കേന്ദ്രീകരിച്ച ഒരു RRT ടീം അവിടെ രൂപീകരിച്ചു. ആ RRT ടീമിൽ എന്നെയും അവരെ 4 ഒരു ഫോറസ്റ്ററും 4 ഗാർഡന്മാരും 4 വാച്ചർമാരും, അതിലൊരു വാച്ചറായിട്ട് എന്നെയും അവരിലേക്ക് മാറ്റി. അങ്ങനെ ജോലി ചെയ്തു വരുവേ ഏകദേശം കഴിഞ്ഞ ജനുവരി 19 രാത്രി അന്ന്
ഏകദേശം 8 മണി മുതൽ ആനയുടെ ശല്യം തുടങ്ങിയതാണ്. വളരെ രൂക്ഷമായിരുന്നു. അവിടെ അടുത്ത പറമ്പുകൾ പ്രത്യേക സ്ഥലങ്ങളാണ്. ആന നമ്മൾ ഓടിച്ചാൽ ഒരു 10 പറമ്പിലേക്ക് പോകും, നമ്മൾ വണ്ടിയുമായിട്ട് അവിടെ ചെല്ലും, ഓടിക്കും, അടുത്ത പറമ്പിലേക്ക് പോകും. അങ്ങനെ ഓടിച്ചോടിച്ച് ഏകദേശം രാത്രി പുലർച്ചെ 2 മണിയോട് കൂടി ഞങ്ങൾ അവസാനിപ്പിച്ച് പോകാനായിട്ട് നിന്നതാണ്. പക്ഷെ വീണ്ടും വിളി വന്നു. ആന ഞങ്ങൾ പറഞ്ഞു തുടങ്ങിക്കാന്ന് പറഞ്ഞ് വിളി വന്നു. ഞങ്ങൾ വീട്ടിൽ ചെന്ന് ആനയെ തുരുത്തുന്നതിനിടയിൽ എൻ്റെ ഒരു ഗുണ്ട്, സാധാരണ ആനയെ തുരുത്തുക എന്ന് പറയുന്നത്, പറമ്പിലേക്ക് ഇറങ്ങുന്ന ആനകൾ തുരുത്താനുള്ള ആകെ മാർഗം എന്ന് പറയുന്നത് അവർ ഗുണ്ട് ഉണ്ട്, ഏകദേശം 10-60 കിലോ വില വരുന്ന വലിയൊരു ഗുണ്ടാണ്. അത് കത്തിക്കുക, എറിയുക, ആനയുടെ മേത്തേക്ക് വില അടുത്തോടെ എറിയുക. അപ്പോൾ ആന ആ ശബ്ദം കേട്ട് പേടിച്ച് ആന തിരിച്ചു കയറി പോകും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ 2-3 ടീമായിട്ടാണ് ഒരു ദിവസം ഒരു ടീമാണ്. ആ ടീമിൽ ഞാനായിരുന്നു ഒന്ന്. ഞാൻ തന്നെയാണ് പൊട്ടിക്കാറ്. അത് നിർഭാഗ്യവശാൽ എൻ്റെ ഒരു അശ്രദ്ധയ്ക്കാണെന്ന് പറയാം, അത് എൻ്റെ കയ്യിലിരുന്ന് പൊട്ടി. അങ്ങനെ അന്ന് എൻ്റെ കയ്യിൽ 4 വിരൽ അങ്ങനെ നഷ്ടപ്പെട്ടു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എനിക്കിങ്ങനെ ജോലിയൊക്കെ ചെയ്യുന്നതാണ്, എനിക്ക് ഭാര്യയും 4 മക്കളുമുണ്ട്, അപ്പനും അമ്മയ്ക്കുണ്ട്. അപ്പോൾ ഞാനാണ് അതിൻ്റെ അത്താണി, അതുകൊണ്ട് എനിക്ക് ഒരു വിരലെങ്കിലും തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ് എന്നോട് വിശ്വസിപ്പിച്ചു, ഷുവറായിട്ടും ചാപ്പാട് വിരൽ ഞങ്ങൾ തരും, അതിനുവേണ്ടി ഞങ്ങൾ പരമാവധി ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവരുടെ കയ്യിൽ നിൽക്കുന്ന നല്ല കാര്യങ്ങൾ അത് പ്രൈവറ്റായിട്ട് വന്നു. പിന്നീട് ഒരു 3 വിരൽ അവിടെ വെച്ച് കട്ട് ചെയ്തു. ഒരു വിരൽ നിലനിർത്താമെന്ന് പറഞ്ഞ് പോന്നു. പക്ഷെ പിന്നീട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് അവർ എഴുതി എത്ര ദൂരെ പോകണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ മെഡിക്കൽ കോളേജിൽ പോകാൻ സാധിച്ചില്ല. ഞങ്ങൾ നേരെ തൃശ്ശൂർ മിഷൻ ഹോസ്പിറ്റലാണ് സാറായിട്ട് വിളിച്ചപ്പോഴാണ് അങ്ങനെ ഇട വന്നത്. സാറ് നേരത്തെ അറിയാമെങ്കിലും ഈ സാറോട് ജോലി ചെയ്യുന്നതാണല്ലോ. ഞാൻ സാറിനെ വിളിച്ച് കാര്യം അന്വേഷിച്ചപ്പോൾ സാർ പറഞ്ഞു പോരെന്ന് പറഞ്ഞു. സാറിന് പറ്റിയ ഡോക്ടറെ പരിചയപ്പെടുത്തി തന്നു. അങ്ങനെ അവിടെ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് അവിടെ നമുക്ക് ലഭിച്ചു. പക്ഷേ ആ വിരൽ അവിടെ വെച്ച് ഒരു വിരൽ കിട്ടാമെന്ന് പറഞ്ഞു. പക്ഷെ അത് കട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു. എങ്കിലും ദൈവം വളരെ അത്ഭുതമായിട്ട് നടത്തുന്നു. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, അറിയാമല്ലോ. പക്ഷെ എന്നാലും അതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ധൈര്യം എനിക്കുണ്ട്. നമുക്കറിയാം, ഈ ഉദാഹരണം ഇപ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കുന്നത് തന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറ്റുന്ന ഇടത് കൈയാണ്, അല്ലേ? ഇടത് കൈയാണ്. ക്ലച്ച് അമർത്തണം, ഗിയർ ചേഞ്ച് ചെയ്യണം ഒക്കെ ഇടത് കൈയാണ്. പക്ഷേ ഇന്ന് ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ചാണ് ഇന്നലെ ഞാൻ ഞങ്ങളുടെ വീട്ടിൽ വന്നത്. അതായത് നമുക്ക് ദൈവം അതിന് കൃപ ഉണ്ട്, ദൈവങ്ങളുടെ പ്രാർത്ഥനയാണ്. അതാണ് ഞാൻ പറയുന്നത്, ഈ ധൈര്യം ഇതൊക്കെ ചെയ്യാനുള്ള ധൈര്യം ലഭിച്ചത് ഈ ദൈവജനത്തിന്റെ പ്രാർത്ഥനയാണ്. എൻ്റെ സരസഭയും എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു, അവരെന്നെ ഒരുപാട് കരുതി. അത് ദൈവങ്ങളുടെ പ്രാർത്ഥനയാണ് ഇതിനെല്ലാം ധൈര്യമായി തീർന്നത്. അതുകൊണ്ട് തുടർന്ന് ഏകദേശം 1.5 മാസം കൂടെ ചില ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഒരു സിലിക്കൺ ജെല്ലി വെച്ച് ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് ഒരു 1.5 മാസം കൂടെ ട്രീറ്റ്മെന്റ് ഉണ്ട്. അതിനുശേഷം മാത്രമേ നമുക്ക് ജോലിയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവം എനിക്ക് കൃപ തരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പ്രത്യേക വീണ്ടും എന്നെ ഓർത്തും എൻ്റെ കുടുംബത്തെ ഓർത്തും ഇവിടെ ദൈവസഭ പ്രാർത്ഥിക്കണം. കഴിഞ്ഞ നാൾ പ്രാർത്ഥിച്ച ദൈവസഭയോട് ഹൃദയം നിറഞ്ഞ് നന്ദി ഞാൻ അറിയിക്കുന്നു. പ്രത്യേകം എനിക്കിങ്ങനെ ഇവിടെ വരുവാനും എൻ്റെ സാക്ഷ്യം പറയുവാനും എനിക്ക് അല്പസമയം ദൈവത്തെ ചിന്തിക്കുവാനും അവസരം നൽകിയ ദൈവസഭയുടെ നന്ദിയും ഞാൻ ഈ സമയം അറിയിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നപ്പോൾ മിസ്റ്ററിനോട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹം ആയിരുന്നു 2 സ്ഥലസഭകളുടെ പുൾപിറ്റിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. പ്രസംഗം അറിഞ്ഞിട്ടൊന്നുമല്ല, അതിനുള്ള കഴിവത്രങ്ങൾ ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷെ എങ്കിലും എൻ്റെ മനസ്സിൽ ആഗ്രഹമായിരുന്നു. ഒന്ന് നെല്ലിക്കുന്ന സിയോൺ സഭയിലും മറ്റൊന്ന് കോട്ടയം പുതുപ്പള്ളി സഭയിലുമാണ്. പുതുപ്പള്ളി സഭയിൽ അത് പറയാൻ കാരണം അവിടെ കുറേ അനുഭവങ്ങൾ ആ സഭയുമായിട്ട് എനിക്കുണ്ട്. അതുകൊണ്ടാണ് 1 മാസത്തെ കോഴ്സിന് അവിടെ പോയിക്കൊണ്ടായ ഒരുപാട് അനുഭവങ്ങളാണ്. അപ്പോൾ ഇന്ന് ദൈവം എനിക്ക് അവസരം നൽകി ഉള്ള അമ്മമാരോടൊക്കെ നന്ദിയുള്ളവനാണ്. അവിടെ നിൽക്കുമ്പോൾ വളരെയധികം സന്തോഷവാനാണ്, ആനന്ദവാനാണ്. എനിക്ക് ഇങ്ങനെ ഒരു അവസരം ദൈവം നൽകിയല്ലോ. നന്ദിയോടെ ദൈവം സ്തുതിക്കുന്നു. ഞങ്ങളുടെ സഭയിൽ 1 മണിക്കൂറാണ് വചനശുശ്രൂഷ സമയം. അതായത് 10:45 ആരംഭിച്ച് 11:45, 50 മിനിറ്റിലധികം എന്തായാലും ലഭിക്കും. അപ്പോൾ ചെറിയൊരു ശുശ്രൂഷകളൊക്കെ എൻ്റെ സഭയിൽ ഞാൻ ശുശ്രൂഷ ചെയ്യാറുണ്ട്. അപ്പോൾ ആ സമയമാണ് ഞങ്ങൾക്കുള്ളത്. പക്ഷെ ഇവിടെ നമുക്ക് 1/2 മണിക്കൂറാണ് ഉള്ളത്. എങ്കിലും ദൈവം എനിക്ക് നൽകിയ ചെറിയൊരു ചിന്ത, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആശ്വാസമായി തീർന്ന ഒരു ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഈ അനുവദിച്ച സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് പറയാം എന്ന് ഞാൻ ആഗ്രഹിക്കാൻ. ദൈവജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. എനിക്ക് അങ്ങനെ പ്രസംഗിക്കാൻ അറിയുന്ന ആളൊന്നുമല്ല. ചില കാര്യങ്ങളൊക്കെ പഠിക്കുന്നു. ഞാനിവിടെ റഹോത്ത് തിയോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മുടെ ഇവിടെയുള്ള ചില സൗകര്യമാരൊക്കെ അവിടെ പഠിക്കാനുണ്ടായിരുന്നു. 4-5 വർഷത്തോളം പാർട്ട് ടൈമായിട്ട് അവിടെ അവിടെ ഞങ്ങൾ ഉണ്ടായിരുന്നു. ഒരു 4-5 വർഷം ബൈബിൾ പഠിക്കാനൊക്കെ ആയിട്ട് എനിക്ക് കിട്ടും ജോലി സമയം മാറ്റിവെച്ച് കിട്ടുന്ന സമയമൊക്കെ അതിനുവേണ്ടി ഉപയോഗിച്ചിരുന്നു. അങ്ങനെ 4-5 വർഷം പാർട്ട് ടൈമായിട്ട് വചനം പഠിക്കാനൊക്കെ എനിക്ക് അവസരം നൽകിയിട്ടുണ്ട്. ദൈവങ്ങൾ വൈകരണം കാണിച്ചു. മാത്രമല്ല സഭയിൽ ചെറിയ ശുശ്രൂഷകളൊക്കെ ചെയ്തു പോകുന്നു. ദൈവജന വീണ്ടും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. അല്പസമയം ഞങ്ങൾക്ക് ദൈവജനത്തിൽ നിന്ന് ചെറിയ ചിന്ത. ഒരുപാട് ഈ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇത്രയേറെ പ്രസംഗങ്ങളും
ഇത്രയേറെ ചിന്തനം കേട്ട മറ്റൊരു സഭ ഉണ്ടായിരിക്കുകയില്ല. അത്രയധികം ആളുകൾ വന്ന് ദൈവത്തിലൂടെ നമ്മളെ സന്തോഷിപ്പിച്ച സന്തോഷിക്കുന്ന ഒരു ദൈവസഭയാണിത്. അതുകൊണ്ട് ഇവിടെ എനിക്ക് ലഭിച്ച ചെറിയ ചിന്ത അത്രയേ ഉള്ളൂ. ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് ആഗ്രഹിക്കാൻ അതുപോലെ പ്രയോജനപ്പെടുന്ന പ്രാർത്ഥന കൂടി ഇരിക്കണമേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് അതോട് ബന്ധപ്പെട്ട് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം, വളരെ പരിചിതമായ ഒരു വേദഭാഗം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം, അത് 4-ാം അധ്യായം, അതിൻ്റെ 18-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം, അതിൻ്റെ 18-ാമത്തെ വാക്യം. അതുകൊണ്ട് ഇങ്ങനെയാണ് വായിക്കുന്നത്: ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ച് കൊള്ളുവിൻ. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവിൻ. പ്രിയ ദൈവജനമേ, നമുക്കറിയാം നാം വളരെയധികം പ്രതിസന്ധികൾ നിറഞ്ഞ, പ്രയാസങ്ങൾ നിറഞ്ഞ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല പ്രയാസങ്ങളും പല പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ നാം പലപ്പോഴും നിരാശപ്പെട്ടു പോകുവാനും നാം പലപ്പോഴും പതറിപ്പോകുവാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ടായിരിക്കാം നമ്മൾക്ക് ദൈവവചനം പലപ്പോഴും നമ്മെ ശക്തിപ്പെടുത്തുന്നതാണ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു വാക്യമാണ് വായിച്ചത്: ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ച് കൊള്ളുവിൻ. 3 കാര്യങ്ങൾ ഈ വാക്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ആശ്വസിപ്പിച്ചു കൊള്ളുവിൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം. എന്താണ്? ഒരു പക്ഷെ അത് എപ്പോഴും തുടർമാനമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സംഭവമല്ല ആശ്വാസം. അത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ അപ്പോസ്തലൻ പറയുന്നത് നിങ്ങൾ ആശ്വസിപ്പിച്ച് കൊള്ളുവിൻ. മറ്റൊരു വാക്യത്തിൽ ഇങ്ങനെയുണ്ട്: അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവിൻ. അന്യോന്യം ആശ്വസിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതൊരു വ്യക്തിക്ക് മാത്രമല്ല, നമുക്കെല്ലാവർക്കും അത് ആവശ്യമാണ്. പരസ്പരം അന്യോന്യം ആശ്വസിപ്പിക്കേണ്ടുന്ന ആവശ്യകത നമുക്കെല്ലാവർക്കും ഉണ്ട്. ഇവിടെ അനൗൺസ് പറഞ്ഞു, രോഗികളായിട്ട് ഹോസ്പിറ്റലായിട്ട് വീടുകളായിട്ട് അനേകര് ഈ സഹസഭയിലുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് അവരെ ആശ്വസിപ്പിക്കാനും അവരെ ചേർത്ത് നിർത്തുവാനും ഒക്കെ നമുക്ക് സാധിക്കും. നാം പരസ്പരം അന്യോന്യം നാം ആശ്വസിപ്പിക്കുന്നവരായി തീരണം എന്നാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. 3-ാമത്തെ കാര്യം ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്കറിയാം. എന്താണ്? ഈ വചനങ്ങളെ കൊണ്ട് ആശ്വസിപ്പിച്ചുകൊള്ളു. നമുക്ക് ആശ്വാസം കണ്ടെത്തുവാനായിട്ട്, നമുക്ക് ദൈവത്തിൽ ശരണപ്പെടുവാനായിട്ട്, നമ്മുടെ ജീവിത സന്തോഷം അനുഭവിക്കുവാനായിട്ട് നമുക്ക് ആകെ ആശ്രയമായി തീരുന്നത് എന്താണ്? ദൈവവചനം മാത്രമാണ്. ഞാൻ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ ഒരാഴ്ച ഉണ്ടായിരുന്നു, രോഗാവസ്ഥയിലായിരുന്നപ്പോൾ, ഈ പ്രശ്നത്തിലായിരുന്നപ്പോൾ ഇവിടെ ഒരുപാട് ദൈവജനം എൻ്റെ അടുത്ത് വന്നു. അവരെന്നെ ഒരുപാട് വാക്കുകൾ ആശ്വസിപ്പിക്കുകയും എന്നെ അവരുടെ വിശ്വാസം എളുപ്പമാൻ തക്കവണ്ണം പ്രചോദിപ്പിക്കുകയും ചെയ്തു. ഞാൻ വളരെ സന്തോഷിക്കുന്നു. നമുക്കെല്ലാവർക്കും ഇത് ആവശ്യമാണ്. പലപ്പോഴും ഇന്നലെ നാളെ നമ്മുടെ എല്ലാം ജീവിതത്തിലെ പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ നമ്മെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ, നമ്മെ ഒന്ന് ദൈവവചനത്തിലൊന്ന് നിലനിർത്തുവാൻ, നമ്മെ പ്രയോജനം ധൈര്യപ്പെടുത്തുവാൻ തക്കവണ്ണം വരുന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആശ്വസിപ്പിച്ചുകൊള്ളു എന്ന് പറയുമ്പോൾ മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. എന്താണത്? ധൈര്യപ്പെടുത്തിക്കൊള്ളുന്നതാണ്. നമ്മെ അധൈര്യപ്പെട്ടു പോകുന്ന സമയത്ത്, പ്രതിസന്ധിയിൽ നാം പ്രയാസപ്പെടുന്ന സമയത്ത് നമ്മെ ഒന്ന് ആശ്വസിപ്പിക്കുവാനായിട്ട്, നമുക്ക് അന്യോന്യം ആശ്വസിപ്പിക്കുവാനായിട്ട്, ഈ ദൈവജനത്തെ കൊണ്ട് ആശ്വസിപ്പിക്കുവാനായിട്ട് നമുക്ക് ഇടവരണമെന്നാണ് ഈ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഇതിന്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നാം എന്തെല്ലാം കാര്യത്തിൽ ഇവിടെ ആശ്വസിക്കുവാനായിട്ട് 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ വിശ്വാസികൾ എന്ന നിലയ്ക്ക്, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ എന്ന നിലയ്ക്ക് നമുക്ക് ആശ്വസിക്കുവാനായിട്ട് 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 4:13 വായിക്കുന്നത്, 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ: സഹോദരന്മാരെ, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കുന്നത്. അതായത് എന്തുകൊണ്ട് ആശ്വസിക്കണം, പരസ്പരം ആശ്വസിപ്പിക്കണം എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് നമുക്ക് ആശ്വസിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാണ്ട് 1-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആ വാക്യം പറയുന്നത് എങ്ങനെയാണ്? നിദ്ര കൊണ്ടവരെ കുറിച്ചുള്ള അറിവ്. എന്റെ പ്രിയ സഹോദരന്മാരെ, നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. ലോകത്തിലെ മനുഷ്യർക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. നിദ്ര കൊണ്ട് മരിച്ചുപോയ മനുഷ്യനെ കുറിച്ച് അവർക്ക് യാതൊരു ചിന്ത, അവരെന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് പ്രത്യേകിച്ച് കാഴ്ചപ്പാടുകളൊന്നുമില്ല. പലരും പല രീതിയിൽ പറയും. എന്നാൽ നിദ്ര കൊണ്ടവരെ കുറിച്ചുള്ള അറിവ് ശരിയായിട്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി നമ്മൾ മാത്രമാണ്. നമ്മൾക്ക് മാത്രമാണ് നിദ്ര കൊണ്ടവരെ കുറിച്ചുള്ള അറിവ് എന്ന്. മനുഷ്യൻ മരിച്ചാൽ അവന്റെ അവസ്ഥ എന്തായിരിക്കും, അവൻ എവിടെയായിരിക്കും എന്നുള്ള അറിവ് നമുക്ക് മാത്രമാണ് ലഭിച്ചത്. അതുകൊണ്ട് നമുക്ക് ആശ്വസിക്കുവാൻ, നമുക്ക് സന്തോഷിക്കുവാൻ, നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. 2-ാമത്തെ കാര്യം, 4-ാം അധ്യായം 16-ാം വാക്യം നമ്മൾ വായിക്കുന്നത്: കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ശബ്ദത്തോടും
ദൈവത്തിന്റെ കാലത്തിലും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. നമ്മുടെ കർത്താവ് വീണ്ടും വരും. നമുക്ക് ആശ്വസിക്കുവാൻ, നമുക്ക് സന്തോഷിക്കുവാൻ, നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് പ്രചോദിതമായ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് വീണ്ടും വരും എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ചർച്ച ചെയ്ത സഹോദരൻ ദൈവ ശുശ്രൂഷ ഇങ്ങനെ പറഞ്ഞു, അവൻ വാതിൽക്കൽ എത്തിയെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന തരത്തിലുള്ള ലോക സംഭവങ്ങളാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. പക്ഷെ ദൈവജനമേ, വാതിൽക്കല്ല നമ്മുടെ സിറ്റ് ഔട്ടിൽ വരെ എത്തിയെന്ന് നമുക്ക് ചിന്തിക്കാവുന്ന അപ്പുറം ഇന്ന് ലോക സംഭവങ്ങൾ ആ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. അതാണ് വായിക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അധികം താമസിയാതെ നമ്മുടെ കർത്താവ് വരും. നമ്മെ ചേർക്കുന്നുള്ള യാതൊരു സംശയമില്ല. ആ വലിയ പ്രത്യാശ നമ്മെ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ, നമുക്ക് ഈ ലോകത്ത് ധൈര്യത്തോടെ ജീവിക്കുവാൻ, നമുക്ക് ആശ്വാസത്തോടെ ജീവിക്കുവാൻ നമ്മളെ ധൈര്യപ്പെടുത്തും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മറ്റൊരു ആശയം 4-16 വാക്യത്തില് അവിടെ വായിക്കുന്നത് ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ആ ആശയങ്ങൾ പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകേണ്ട ആഗ്രഹിക്കുകയാണ്. ക്രിസ്തുവിൽ മരിച്ചവര് ഉയർത്തെഴുന്നേൽക്കും. നാം ക്രിസ്തുവിലാണ്. നമുക്കറിയാം നാം ക്രിസ്തുവിലാണ്. നാം എന്ത് ഭാഗ്യമുള്ള ജനമാണ്. ദൈവം നമ്മളോട് മഹാകരുണ കാണണം. അതാണ് ഇന്ന് ദൈവസന്നിധിയിൽ നിന്ന് നാം ദൈവത്തെ ആരാധിച്ചപ്പോൾ, നാം മഹത്വപ്പെടുത്തിയപ്പോൾ, നാം ദൈവത്തെ ഉയർത്തിയപ്പോൾ നാം ചിന്തിച്ചതാണ് നാം ക്രിസ്തുവിലാണ്. നാം കർത്താവിന്റെ വരവിന് മുൻപ് നാം മരിച്ചാൽ, ഈ ലോകം മാറ്റപ്പെട്ടാൽ, തീർച്ചയായിട്ടും നാം കർത്താവിനോടൊപ്പം ജീവിക്കുവാൻ നാം ഉയർത്തെഴുന്നേൽക്കും. നാം അവനോടുകൂടെ ആയിരിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. എത്ര അനുഗ്രഹീതമായ ഒരു അവസ്ഥയിലേക്കാണ് സ്വർഗത്തിലെ ദൈവം നമ്മെ വിളിച്ചത്. ഏത് പ്രയാസങ്ങള്, ഏത് പ്രതിസന്ധികള് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും നാം ഒരു നാൾ ഈ കർത്താവിനോടുകൂടെ അവർ ആയിരിക്കും എന്നുള്ള വലിയ അനുഗ്രഹീതമായ പദവിക്ക് ദൈവം നമ്മളെ യോഗ്യരാക്കി നിർത്തുന്നുണ്ടെങ്കിൽ, എന്റെ പ്രിയ സഹോദരന്മാരെ, നാം എത്ര സന്തോഷമുള്ളവരായി തീരണം, നാം എത്ര ആശ്വാസമുള്ളവരായി തീരണം, നാം എത്ര ധൈര്യത്തോടെ നമ്മുടെ ക്രിസ്ത്യ ജീവിതം നയിക്കേണ്ടതാണ് എന്ന് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. നാം ക്രിസ്തുവിൽ മരിച്ചവർ ഒരു നാൾ കർത്താവ് വരുവാൻ താമസിച്ചാൽ നാം അവനോടുകൂടെ അവന്റെ വരവിൽ നാം ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. മാത്രമല്ല 4:17 വായിക്കുന്നത് നിത്യകാലം കർത്താവിനോട് എപ്പോഴും കർത്താവിനോട് ഇരിക്കും. അതായത് നാം എല്ലാ നിത്യകാലം കർത്താവിനോട്. എന്ത് അനുഗ്രഹീതമായ ഒരു പ്രത്യാശ! നമുക്ക് ഈ ലോകത്ത് കഷ്ടങ്ങളുണ്ട്, നമുക്ക് ഈ ലോകത്ത് പ്രയാസങ്ങളുണ്ട്, നമുക്ക് ഈ ലോകത്ത് പ്രതിസന്ധികളുണ്ട്. എങ്കിലും നാം ഒരു നാൾ നമ്മുടെ കർത്താവിനോടുകൂടെ നിത്യതയിൽ നാം അവനോടുകൂടെ ദൈവത്തെ ആരാധിക്കും. കഴിഞ്ഞ ദിവസം എന്നോടൊരു സഹോദരൻ വിളിച്ചു ചോദിച്ചു, എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ പറഞ്ഞാലും പോയത് പോയില്ലേ, ഇവരുടെ എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം പോയില്ലേ? പറഞ്ഞു, ഇതെല്ലാം പോയാലും ഒരു നാൾ ഇവിടെയാണ് എനിക്ക് അംഗഹീനതയുള്ളൂ, ഇവിടെയാണ് ഒരുപക്ഷെ വികലാംഗ സർട്ടിഫിക്കറ്റ് എനിക്കുള്ളൂ. പക്ഷേ നിത്യതയിൽ ദൈവത്തോടൊപ്പം ഞാനായിരിക്കുമ്പോൾ ഞാൻ വികലാംഗനല്ല. അവിടെ ഞാൻ പൂർണ്ണ ശരീരത്തോടുകൂടെ ഞാൻ ദൈവത്തെ ആരാധിക്കും. എന്റെ പ്രിയ സഹോദരൻ, എത്ര അനുഗ്രഹീതമായ വലിയൊരു പ്രത്യാശയാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. നമുക്ക് ആശ്വസിക്കുവാൻ, നമുക്ക് സന്തോഷിക്കുവാൻ, നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, നമുക്കുള്ള പ്രത്യാശയോടുകൂടെ വളരെ ധൈര്യത്തോടുകൂടെ ഈ ലോകത്തെ നമുക്ക് ജീവിതം നയിക്കുവാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹീതമായ ചില 4 കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ജീവിതം ആ രീതി രക്ഷിക്കപ്പെട്ട വിശ്വാസം നിലയ്ക്ക്, ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ച മക്കളെന്ന നിലയ്ക്ക് നമുക്ക് അനുഗ്രഹീതമായ വലിയ പദവിക്ക് അർഹരാണ് നാം. അതുകൊണ്ട് ഈ ലോകത്ത് വരുന്ന പ്രയാസങ്ങൾ എന്തുമാകട്ടെ, പ്രതിസന്ധികൾ എന്തുമാകട്ടെ, ഈ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെ മധ്യേ നമ്മുടെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, ദൈവം നൽകിയ നന്മകളെ ഓർത്തുകൊണ്ട്, അവർ നമ്മളോട് കരുതുന്ന വിധങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവമക്കൾ എന്ന നിലയിൽ നമുക്ക് ഇങ്ങനെ ആശ്വസിപ്പിക്കാനും ഒക്കെ സാധിക്കും, അല്ലെ? എല്ലാം സാധിക്കും. ഈ വചനങ്ങൾ കൊണ്ട് ആശ്വസിപ്പിച്ചു കൊള്ളുവിനെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ അദ്ദേഹം ഒരുപക്ഷെ തന്റെ ജീവിതത്തിൽ അനേക പ്രയാസങ്ങൾ ഒരുപക്ഷെ കടന്നുപോയിട്ടുണ്ടാകാം. ആ പ്രയാസങ്ങളെല്ലാം താൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാകാം. എങ്കിലും ഈ അനുഗ്രഹീതമായ അവസ്ഥയെ കുറിച്ച് ഓർത്ത് ആശ്വസിപ്പിച്ചു കൊള്ളുവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയാസം പ്രതിസന്ധികളുടെ മധ്യേ ദൈവത്തെ മഹത്വപ്പെടുന്ന ഒരു വിശ്വാസം എന്ന നിലയ്ക്ക്, രക്ഷിക്കപ്പെട്ട ദൈവ വൈദ്യം എന്ന നിലയ്ക്ക് നമുക്ക് അങ്ങനെയൊക്കെ ആശ്വസിക്കുവാൻ സാധിക്കുമെങ്കിലും നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അനവധി പ്രയാസങ്ങളും പ്രതിസന്ധികളെല്ലാം നമ്മുടെ ജീവിതം സംഭവിക്കാൻ സാധിക്കും, അല്ലെ? ഞാനൊരിക്കലും എന്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ ഒന്നും സംഭവിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമാണ് നമ്മുടെ ജീവിതം സംഭവിക്കുന്നത്. പക്ഷെ നമ്മളെ താങ്ങുന്ന, നമ്മെ കരുതുന്ന ഒരു ദൈവമുണ്ട്. ഈ പ്രയാസങ്ങളുടെ മധ്യേ, ഈ പ്രതിസന്ധികളുടെ മധ്യേ ഞാൻ കഴിഞ്ഞ ആഴ്ച എൻ്റെ പെൺകുളം സഭയിൽ ഞാൻ മനുഷ്യർക്ക് ചെയ്തത് ചില സൗകര്യമായി നിന്ന് കരയുകയായിരുന്നു. അവരെന്നെ അതുപോലെ സ്നേഹിച്ചിരുന്നു. അവർക്ക് ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ. 24 മണിക്കൂർ ജോലി ചെയ്തിരുന്ന ആളാണ് ഞാൻ. 24 മണിക്കൂർ എനിക്കിങ്ങനെ സംഭവിച്ചില്ലെന്ന് ഓർത്ത് അവർക്ക് വല്ലാത്ത പ്രയാസം. രാത്രി മുഴുവൻ കാട്ടിലും പകൽ മുഴുവൻ നാട്ടിലും ആയിട്ട് പണിയായിട്ട് പോയിക്കൊണ്ടിരുന്ന ആളാണ്. അപ്പോ നമ്മൾക്ക് ജീവിതത്തിൽ നിങ്ങളുടെ പ്രതിസന്ധികളൊക്കെ വരും, നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ നമുക്ക് വരും, ഞാൻ സംശയമില്ല. എന്നാൽ നമുക്ക് നമ്മുടെ ജീവിതങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മുടെ ആശ്വാസമൊക്കെ നഷ്ടപ്പെടാനും നമ്മൾ ഐതര്യം പോകാനൊക്കെ സാധ്യതയുണ്ട്, അല്ലേ? നമുക്ക്
വരാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ദൈവത്തിന് വളരെ വ്യക്തമായിട്ട് നമ്മെ അത് പഠിപ്പിക്കുന്നു. 3 വ്യക്തികൾ, അവരുടെ ജീവിതത്തിലെ 3 സംഭവങ്ങൾ. ഇത് 3 പറഞ്ഞ് ഞാൻ അടുത്ത 20 മിനിറ്റിനുള്ളിൽ ഞാൻ ഇരിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്? പല കാരണങ്ങളുണ്ട്, നമുക്കറിയാം, പല കാരണങ്ങളുണ്ട്. 3 കാര്യങ്ങൾ പറയാൻ കഴിയും. ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വാക്യത്തിൽ വായിക്കാതെ ഉപകാരമായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യം. പുത്രിമാരും എല്ലാം അവനെ ആശ്വസിപ്പാനും വന്നു. അവനോ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതെ ഞാൻ ദുഃഖത്തോടെ എന്റെ മകന്റെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു. ഇങ്ങനെ അവന്റെ അപ്പൻ അവനെ കുറിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. മതി. അവിടെ നമുക്കറിയാം, വളരെ പരിചിതമായ ഒരു കഥാപാത്രമാണ് യാക്കോബ്. യാക്കോബ് പറയുന്ന ഒരു വാക്കാണ് നമ്മൾ വായിച്ചത്. എന്താണ് അത് വായിച്ചു കേട്ടത്? ഇങ്ങനെയാണ്: അവനെ ആശ്വസിക്കുമെന്നു അവനോ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതെ ഞാൻ ദുഃഖത്തോടെ എന്റെ മകന്റെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു. ഇവിടെ യാക്കോബിന് ആശ്വസിക്കുവാനായിട്ട് യാതൊരു വകുപ്പില്ല. തനിക്ക് ആശ്വാസം കൈക്കൊള്ളുവാൻ സാധിക്കുന്നില്ല. അത്രയേറെ ദുഃഖത്തിൽ താനായി തീർന്നിരിക്കുകയാണ്. യാക്കോബിന്റെ അവസ്ഥയാണ് നാം ചിന്തിക്കുന്നത്. ദൈവത്തിന്റെ പ്രവർത്തികൾ ചെയ്യുവാനായിട്ട് ദൈവം എഴുന്നേൽപ്പിച്ച ഒരു വ്യക്തിയാണ്. താനിപ്പോൾ വളരെ പ്രതിസന്ധിയിലായി തീർന്നിരിക്കുകയാണ്. താൻ വളരെ പ്രയാസത്തിലായി തീർന്നിരിക്കുകയാണ്. തനക്ക് ആശ്വാസം കൈക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നില്ല. വളരെ പ്രതിസന്ധി തന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുകയാണ്. എന്താണ് തന്റെ പ്രതിസന്ധി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് മുൻപ് വായിച്ചാൽ 27-ാം അധ്യായം അതിന്റെ 19, 24 വാക്യങ്ങൾ വായിച്ചാൽ അവിടെ നമ്മൾ വായിക്കുന്നത് തന്റെ അപ്പനായ ഇസഹാക്കിനെ വളരെ സമൃദ്ധമായിട്ട് ഇവിടെ യാക്കോബ് ചതിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നീ എന്റെ മകൻ യാക്കോബ് തന്നെയോ എന്ന് ഇസഹാക്ക് ചോദിക്കുമ്പോൾ അതെ അപ്പ ഞാൻ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സമൃദ്ധമായിട്ട് അവിടെ യാക്കോബ് തന്റെ അപ്പനെ ചതിച്ചതായിട്ട്, തെറ്റിദ്ധരിപ്പിച്ചതായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആശയം തന്റേതായ കാരണത്താൽ ആശ്വാസം ലഭിക്കാതെ വന്ന ഒരു വ്യക്തിയാണ് യാക്കോബ്. തനിക്കിപ്പോ ആശ്വസിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. തനിക്കിപ്പോ ധൈര്യപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. തനിക്കിപ്പോ ദൈവത്തിൽ നിന്നുള്ള സന്തോഷം കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. അത്രയേറെ പ്രയാസത്താൻ ആയി തീർന്നിരിക്കുക. എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെയും ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം: യാക്കോബ് തന്റെ ജീവിതത്തിൽ വിതച്ചത് അവിടുന്ന് കൊയ്യുവാനായിട്ട് ഇടവന്നു. തന്റെ പാപ സ്വഭാവം തനിക്ക് ആശ്വാസം കൈക്കൊള്ളുവാനായിട്ട് ഇടവരാതെ വണ്ണം ആയിത്തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തന്റെ അപ്പനെ യാക്കോബ് പറ്റിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. കോലാട്ടിൻ കുട്ടിയുടെ തോൽ കൊണ്ട് യാക്കോബ് അപ്പനെ പറ്റിച്ചെങ്കിൽ മറ്റൊരു കോലാട്ടിൻ കുട്ടിയുടെ രക്തം കൊണ്ട് യാക്കോബ് കൂടെ ചതിക്കപ്പെട്ടിരിക്കുകയാണ്. തന്റെ മകനെ നഷ്ടപ്പെട്ടു എന്നുള്ള ആ ദുഃഖം താൻ കേട്ട് തനിക്ക് ആശ്വസിക്കാൻ സാധിക്കാതെ താൻ വല്ലാത്ത പ്രയാസത്തിൽ തീർന്നിരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. തന്റെ ജീവിതത്തിലെ പാപ സ്വഭാവം ആണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. താൻ അപ്പനെ വഞ്ചിച്ചു. ഇപ്പോൾ ആശ്വാസം ലഭിക്കേണ്ടവരാതെ പ്രയാസനാക്കി താൻ പ്രതിസന്ധിയിൽ ആയിത്തീർന്നിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ പ്രയാസങ്ങള് പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ നാം ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. നാം ഈ പ്രയാസത്തിലൊന്ന് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുന്നത് വളരെ നല്ലതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിലെ പാപ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടുത്തി നമ്മെ അധീനപ്പെടുത്തി നമ്മെ നിരാശയിലേക്ക് നടത്താറുണ്ടോ എന്ന് നാം നമ്മെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഈ നാളിൽ അങ്ങനെയൊക്കെ പറയുന്നത് വലിയ പ്രയാസമാണ്. പാപത്തെ കുറിച്ചൊന്ന് പറയുന്നതൊക്കെയാണ് ദൈവം വെറുക്കുന്ന വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തെ നമുക്ക് തന്നെ ഒന്ന് പരിശോധിക്കാം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ, നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ ഒക്കെ വരുമ്പോൾ നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുവാനായിട്ട് നമുക്ക് ഇടവരും. 37-ാം അധ്യായം അതിന്റെ 34-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് അവിടെ നിങ്ങൾ പദപ്രയോഗമുണ്ട്. യാക്കോബ് വസ്ത്രം കീറി അരയിൽ ഇട്ടിശില ചുറ്റി ഏറിയ നാൾ തന്റെ മകനെ കുറിച്ച് ദുഃഖിച്ചുകൊണ്ടിരുന്നു. അതായത് അനേക നാടുകള് യാക്കോബ് ആ ദുഃഖത്തിന്റെ, ആ പ്രയാസത്തിന്റെ, ആ പ്രതിസന്ധിയില് താൻ മുന്നോട്ട് പോയി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തില് ഈ രീതിയിൽ പാപനിമിത്തം പരാജയം സംഭവിച്ച് ആശ്വാസം നഷ്ടപ്പെട്ടു പ്രയാസങ്ങളുടെ പ്രതിസന്ധിയിലൂടെ നാം കടന്നു പോകേണ്ടി വന്നാൽ വളരെ ദുഃഖകരമായ അവസ്ഥയാണ്. നമ്മുടെ ആരുടെ ജീവിതത്തിലും
അങ്ങനെ സംഭവിക്കുവാനായിട്ട് ഇടവരാതിരിക്കട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. യാക്കോബിന്റെ ജീവിതത്തിൽ ഇങ്ങനെ വലിയൊരു പരാജയം സംഭവിച്ചു. അത് അവന്റെ ജീവിതത്തിൽ ആശ്വാസം കൈക്കൊള്ളാൻ സാധിക്കാതെ അവനെ പരാജയത്തിലേക്ക് നയിച്ചു മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ക്രിസ്തീയ ജീവിതം ദൈവത്തിന് പ്രയോജനകരമായി തീരുവാനായിട്ട് വരട്ടെ. നിങ്ങൾ പ്രതിസന്ധിയിൽപ്പെട്ടു പോയി നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ആശ്വസിക്കുവാൻ സാധിക്കാതെ, സന്തോഷിക്കാൻ സാധിക്കാതെ, ദൈവമക്കളോടൊപ്പം ആനന്ദിക്കാൻ സാധിക്കാതെ, ദൈവീയ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ സാധിക്കാതെ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് നമ്മളായി പോകി വരാതെ ദൈവത്തിന് പ്രയോജനമുള്ളവരായി തീരുവാനായിട്ട് പാപത്തിന്റെ പിടിയിൽ നിന്ന് അകപ്പെട്ട് തകർന്നു പോകേണ്ടവരാതെ ദൈവത്തിന് പ്രയോജനകരമായി തീരുവാൻ വളരെ സന്തോഷത്തോടെ, സമാധാനത്തോടെ, ധൈര്യത്തോടെ, ആശ്വാസത്തോടുകൂടെ നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രയോജനകരമായ ക്രിസ്ത്യജീവിതം നയിക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കും. രണ്ടാമത്തെ വ്യക്തിയെ കുറിച്ച് വളരെ പരിചിതമാണ്. ഇയ്യോബിന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 8 മുതൽ 10 വരെയുള്ള വേദഭാഗങ്ങൾ പെട്ടെന്ന് വായിച്ചു വലിയ ഉപകാരമായിരിക്കും. ഇയ്യോബിന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അയ്യോ, എന്റെ അപേക്ഷ സാധിച്ചെങ്കിൽ, എന്റെ വാഞ്ച ദൈവം എനിക്ക് നൽകിയെങ്കിൽ, എന്നെ തകർക്കുവാൻ ദൈവം പ്രസാദിച്ചെങ്കിൽ, തൃക്കൈ നീട്ടി എന്നെ ഗണ്ണിച്ചു കളഞ്ഞെങ്കിൽ, അങ്ങനെ എനിക്ക് ആശ്വാസം ലഭിക്കുമായിരുന്നു. മതി. ഇവിടെ ഇയ്യോബിനും ആശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇയ്യോബിന്റെ ജീവിതത്തിലേക്ക് നമുക്ക് പരിശോധിച്ചാൽ അനേക കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. ഇയ്യോബ് പറയുകയാണിപ്പോ തന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. തന്റെ ആശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. താൻ വളരെ പ്രതിസന്ധിയിലായി തീർന്നിരിക്കുകയാണ്. ദൈവത്തിൽ നിന്ന് താൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, ഒരു ഉത്തരവും എനിക്ക് ലഭിക്കുന്നില്ല. തന്റെ അവസ്ഥയെ നമുക്കറിയാം, ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതുപോലെ ജീവിതത്തിൽ പ്രതിസന്ധിയിലായി പോയി മനുഷ്യനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. തന്റെ ശരീരം മുഴുവനുമായിട്ട് തകർക്കപ്പെട്ട അവസ്ഥയാണ്. വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. എന്തൊരു പ്രയാസമാണ് താൻ അനുഭവിക്കുന്നത്. തന്റെ ശരീരം മുഴുവനുമായ രോഗങ്ങളാൽ ബാധിക്കപ്പെട്ട് തനിക്കൊരു സഹായം ലഭിക്കാതെ, ആശ്വാസമില്ലാതെ താൻ വളരെ പ്രതിസന്ധിയിലായി തീർന്നിരിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ വായിക്കുന്നത് 9-ാം വാക്യത്തിന് മുമ്പ് വായിച്ചു. അവിടെ വായിക്കുന്നത്, എന്നെ ഒന്ന് ഗണ്ഡിച്ചു കളഞ്ഞിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ ഒന്ന് കൊന്നു കളഞ്ഞിരുന്നെങ്കിൽ, എനിക്കൊന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ, എത്ര ആശ്വാസമായിരുന്നു. അത്രയേറെ പ്രതിസന്ധിയിലൂടെ, പ്രയാസത്തിലൂടെ ഇവിടെ ഇയ്യോബ് കടന്നു പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. താൻ ഇനി മരണം മാത്രമാണ് ആഗ്രഹിക്കുന്നത്. മറ്റൊന്നും തനിക്ക് സന്തോഷം നൽകുന്നതായിട്ടില്ല, മറ്റൊന്നും തന്നെ ആശ്വസിപ്പിക്കുന്നില്ല. അത്രയേറെ പ്രതിസന്ധിയുടെ, ജീവിതത്തിന്റെ അറ്റത്ത്, പ്രതിസന്ധിയുടെ അറ്റത്ത് ഇവിടെ ഇയ്യോബ് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എനിക്ക് മറ്റൊന്നും ആശ്വാസമായി തീരുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം ഇയ്യോബിന് ഇങ്ങനെ സംഭവിച്ചത്? എന്തുകൊണ്ടായിരിക്കാം? നമുക്കറിയാം അല്ലെ, ദൈവം അത് അനുഭവിക്കുവാനായിട്ട് ഇയ്യോബിനെ അനുവദിച്ചു. അത്രയേ ഉള്ളൂ അതിനർത്ഥം. അത് അനുഭവിക്കുവാനായിട്ട് സ്വർഗ്ഗത്തിലെ ദൈവം ഇയ്യോബിനെ അനുവദിച്ചു. അതിനപ്പുറത്തേക്ക് മറ്റൊരു കാരണവും നമുക്ക് കാണുവാനായിട്ട് സാധിക്കില്ല. ഇത്രയേറെ അനുഭവിക്കുവാൻ, ഇത്രയേറെ പ്രശ്നത്തിൽ കടന്നു പോകാണ്ട് ഇയ്യോബിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പരാജയം, ഇയ്യോബിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പാപത്തിന്റെ കണിക നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുകയില്ല. ആശയം കൊണ്ട് വേണമെങ്കിൽ പല കാര്യങ്ങളും പറയാം. ഈ കാര്യം പറഞ്ഞപ്പോ മലയാള പ്രശ്ന ചർച്ചയിൽ ഒരു സഹോദരനായിട്ട് സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഇയ്യോബിനും ചില പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കിങ്ങനെ ചിന്തിക്കാനേ സാധിക്കുകയുള്ളൂ. ഇയ്യോബിന് ദൈവം അത് അനുവദിച്ചു. ഇയ്യോബിന് ദൈവം അത് അനുവദിച്ചു. അതുകൊണ്ട് ഇയ്യോബ് അത് അനുഭവിക്കേണ്ടതായിട്ട് വന്നു. എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ചിലപ്പോൾ ചില പ്രയാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് അനുവദിക്കുന്നതായിരിക്കാം. നമുക്കറിയില്ല. ഒരു പക്ഷെ എന്തിനായിരിക്കാം? അത് നമ്മെ തന്നെ ചിന്തിച്ചാൽ ചെയ്താൽ മതി. നമ്മെ തന്നെ ദൈവത്തെ പ്രയോജനമാക്കി തീർക്കാനായിരിക്കും. അറിയില്ല. എന്തുകൊണ്ടായിരിക്കാം ദൈവം എന്റെ ജീവിതത്തിൽ ഇങ്ങനെ അനുവദിക്കുന്നത്? അറിയില്ല. പ്രയാസങ്ങൾ വരാം. നമ്മുടെ വിശ്വാസികളായതുകൊണ്ട്, അല്ലെ, നമ്മൾ ദൈവത്തെ അറിഞ്ഞതുകൊണ്ട്, ദൈവമക്കളായതുകൊണ്ട്, നമ്മള് പാപമൊന്നും ചെയ്യാതെ, നമ്മളൊന്നും ചെയ്യാതെ ദൈവത്തിന് പ്രയോജനകരമായ ക്രിസ്തീയ ജീവിതമാണ് നാം നയിക്കുന്നത്. ആശ്വസിച്ച്, സന്തോഷിച്ച്, ധൈര്യപ്പെട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ വരുവാനുള്ള സാധ്യതയുണ്ട്. ഇയ്യോബിന്റെ ജീവിതത്തിൽ സംഭവിച്ചു. അത് നമ്മുടെ മുന്നിൽ ദൃഷ്ടാന്തമായിരിക്കും. എന്തുകൊണ്ടാണ് ദൈവം അത് അവിടുന്ന് അവന് അനുവദിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അത് നാം മനഃപൂർവ്വമായിട്ട് ഇയ്യോബിന് അത് അനുവദിച്ചു. എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അതേതുമാകും. നാം അത് മനഃപൂർവ്വമായിട്ട് നാം അനുഭവിച്ചാൽ, നാം അത് സഹിച്ചാൽ, അതിന്റെ അനന്തരഫലം എന്ന് പറയുന്നത് അത് അനുഗ്രഹിക്കുന്ന ക്രിസ്തീയ ജീവിതത്തിന് ഇടവരുന്നതിൽ സംശയമില്ല. മറ്റുള്ളവർ ആ ജീവിതം കണ്ടുകൊണ്ട് അത് ദൈവനാമത്തിനായിരുന്നു അവന് സംഭവിച്ചതെന്ന് പറയുവാനായിട്ട് ഇടവരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ദൈവത്തിന്റെ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇയ്യോബിന് അങ്ങനെ സംഭവിച്ചുവെങ്കിലും അതിന്റെ അവസാനം എന്ന് പറയുന്നത്, അതിന്റെ അനന്തരഫലം എന്ന് പറയുന്നത്
ദൈവിക നന്മകളാൽ അനുഗ്രഹിക്കപ്പെട്ടതായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി അവിടെ കാത്തിരിക്കുക. ദൈവം നമ്മെ സഹായിക്കുമെന്നുള്ള യാതൊരു സംശയം. നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രയാസങ്ങളായിക്കൊള്ളട്ടെ, പ്രതിസന്ധികളായിക്കൊള്ളട്ടെ, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ എന്റെ പ്രിയ സഹോദരന്മാരെ, നമുക്ക് ആശ്വസിക്കുവാനും നമുക്ക് ധൈര്യപ്പെടുവാനും ഇടവരും. കാരണം അതിന്റെ അവസാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ നാമം അതിന്റെ മഹത്വം എടുക്കുവാനായിട്ട് ഇടവരും. നാം ദൈവത്തിന് യഥാർത്ഥമായി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിന് പ്രയോജനമാക്കി ജീവിതം നയിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രയാസത്തിനും ദൈവം നമുക്ക് ഒരു അനന്തരഫലം, ഒരു അനുഗ്രഹം നമ്മുടെ ജീവിതം വെച്ചിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയം. ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്, നമ്മളെ കുറിച്ച് ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആ നന്മ നമുക്ക് അനുഭവിക്കാനായിട്ട് വരും. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ, ദൈവം നമ്മെ അനുഗ്രഹിക്കും, യാതൊരു സംശയമില്ല. മൂന്നാമത്തെ വ്യക്തിയെ കൂടെ പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മൂന്നാമത്തെ വ്യക്തി നമുക്ക് ആസാഫിന്റെ പുസ്തകം, സങ്കീർത്തന പുസ്തകം 77-ാം അധ്യായം 2-ാമത്തെ വാക്യം. അവിടെ ആസാഫ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കഷ്ടദിവസത്തിൽ ഞാൻ യഹോവയെ അന്വേഷിച്ചു, രാത്രിയിൽ എന്റെ കൈ തളരാതെ മലർത്തിയിരിക്കുന്നു, എന്റെ ഉള്ളം ആശ്വാസം നിരസിച്ചു. മതി. അവിടെ ആസാഫ് പറയുന്ന ഒരു കാര്യമാണ് തന്റെ ജീവിതത്തിലെ കഷ്ടത. ആസാഫിന് ആശ്വാസം നഷ്ടപ്പെടുവാനായിട്ട് ഇടവന്നിരിക്കുകയാണ്. തന്റെ ജീവിതത്തിലെ കഷ്ടം അത് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 77-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം അവിടെ ചേർത്ത് ഒന്ന് വായിച്ചാൽ അവിടെ കാണുവാൻ സാധിക്കുന്നത് 77-ന്റെ 7 കാണുന്നത്, കർത്താവ് എന്നേക്കും തള്ളിക്കളയുമോ, അവ ഇനി ഒരിക്കലും അനുകൂലമായിരിക്കില്ലയോ. ഇവിടെ ഈ വ്യക്തിയുടെ മാനസികമായ ഒരു വേദന കാണുവാൻ സാധിക്കും. ദൈവം എനിക്ക് ഇനി അനുകൂലമായിരിക്കുകയോ, ദൈവം എനിക്ക് പ്രതികൂലമായിരിക്കുകയാണ്. തന്റെ ജീവിതത്തിലെ കഷ്ടത അങ്ങനെയാണ് തന്റെ ജീവിതത്തിലേക്ക് തനിക്ക് ചിന്തിക്കുവാനായിട്ട് വരുന്നത്. തന്റെ ജീവിതത്തിലെ കഷ്ടത മുഖാന്തരം താൻ വലിയ പ്രയാസത്തില് ആയിത്തീർന്നിരിക്കുകയാണ്. തന്റെ ആശ്വാസവും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. തനിക്കൊന്നും പ്രതീക്ഷിക്കാൻ വകയില്ലാത്തവണ്ണം താൻ വലിയ കഷ്ടതയുടെ പ്രയാസങ്ങൾ നടുവിലൂടെ താൻ കടന്നുപോയിരിക്കുകയാണ്. തന്റെ ജീവിതത്തിലെ ഈ കഷ്ടതകൾ കാരണം ദൈവമായുള്ള കൂട്ടായ്മ തനിക്ക് നഷ്ടമായി എന്നും ദൈവം തന്നോട് കോപിച്ചിരിക്കുകയാണ് എന്നും ഇവിടെ ആസാഫ് ചിന്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുമൂലം തനിക്ക് സംഭവിച്ചിരിക്കുകയാണ്. തനിക്ക് ആശ്വസിക്കുവാനോ, ദൈവസന്നിധിയിലേക്ക് അടുത്ത് വന്ന് ദൈവത്തെ മുഖത്തപ്പെടുത്തുവാനോ, ദൈവത്തെ സ്തുതിക്കുവാനോ ഒന്നും സാധിക്കാതെ വണ്ണം താൻ വളരെ പ്രതിസന്ധിയായി തീർന്നിരിക്കുകയാണ്. തന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം വരുന്നില്ല, തന്റെ പ്രയാസങ്ങൾ ദൈവം കർമ്മ കാണിക്കുന്നില്ല. വളരെ പ്രതിസന്ധിയിൽ താൻ ആയി തീർന്നിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്റെ പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിലെ കഷ്ടത, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ ഒരുപക്ഷെ നമ്മുടെ ആശ്വാസം നഷ്ടപ്പെടുത്തിയേക്കാം. നാം നിരാശയായി തീർന്നേക്കാം. നാം പലപ്പോഴും ദൈവത്തോട് പിറുപിറുക്കുന്നവരായി തീർന്നേക്കാം. ഇതെന്തുകൊണ്ട് എനിക്ക് സംഭവിച്ചു എന്ന് ഒരുപക്ഷെ ചോദിക്കുന്നവരായി നാം തീർന്നേക്കാം. എന്നാൽ ദൈവം അത് നമുക്ക് വേണ്ടി, നമ്മുടെ കഷ്ടത ദൈവം നമുക്ക് അനുവദിച്ചതാണെന്ന് മനസ്സിലാക്കുമ്പോൾ, അതിന്റെ പിന്നിൽ ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ നാം ഒരിക്കലും ചോദിക്കുവാനായിട്ട് മുതിരുകയില്ല. നാം ഒരിക്കലും ദൈവത്തോട് പിറുപിറുക്കുന്നവരായി തീരുകയില്ല. അത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ചില കാര്യങ്ങളെ നമ്മെ ബോധ്യപ്പെടുത്തുവാനായിട്ട് അതിനുവേണ്ടിയായിരിക്കാം ഒരുപക്ഷെ അത് ചെയ്ത് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ കഷ്ടത ഒരുപക്ഷെ നമ്മുടെ ആശ്വാസം നഷ്ടപ്പെടുത്തിയാക്കാമെങ്കിലും ആസാഫിനെ പോലെ ഒരുപക്ഷെ നാമും ദുഃഖിച്ച് ഒരുപക്ഷെ കരയാം. എന്നാൽ ദൈവത്തിന്റെ സഹായം എനിക്ക് ലഭിക്കുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് ഒരുപക്ഷെ നാമും നെടുവേർപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെയുണ്ട്. നാം മനുഷ്യരാണ്, നാമും വളരെ സാധാരണക്കാരായ ആളുകളാണ്. ഒരുപക്ഷെ നാമും അങ്ങനെയൊക്കെ ചിന്തിക്കുവാനും നമ്മുടെ മനസ്സങ്ങനെ ചഞ്ചലിച്ചു പോകാനുള്ള സാധ്യതയൊക്കെയുണ്ട്. എന്നാൽ നമ്മുടെ ദൈവം നമ്മെ സഹായിക്കുന്ന ഒരു ദൈവമാണ്, നമ്മെ കരുതുന്ന ഒരു ദൈവമാണ്, നമ്മെ നടത്തുന്ന ഒരു ദൈവമാണ്. ജീവിതത്തിന്റെ വ്യത്യസ്തമായ മൂന്തലങ്ങളിലൂടെ കടന്നുപോയ 3 വ്യക്തി. യാക്കോബ് പാപനിമിത്തം, തന്റേതായ ജീവിത പരാജയ നിമിത്തം താൻ ആശ്വാസമില്ലാതെ നെടുവേർപ്പെട്ട് കരയേണ്ടി വന്നു. ഇയ്യോബ് തന്റേതല്ലാത്ത കാരണത്താൽ തന്റെ ജീവിതത്തിൽ താൻ നെടുവേർപ്പെട്ട് കരയേണ്ടതായിട്ട് വന്നു. കഷ്ടത്തിന്റെ നടുവിൽ ആസാഫിന് ആശ്വാസമില്ലാതെ കരയേണ്ടതായിട്ട് വന്നു. എന്റെ പ്രിയ സഹോദരന്മാർ, നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇതുപോലുള്ള അനുഭവങ്ങളിലൂടെ നാം കടന്നു പോയിട്ടുള്ളവരാണ്. പലവിധമായ പ്രതിസന്ധിയിലൂടെ നാം കടന്നു പോയിട്ടുള്ളവരാണ്. എന്നാൽ നമ്മെ ആശ്വസിപ്പിക്കുന്ന, നമ്മെ സന്തോഷിപ്പിക്കുന്ന, നമ്മെ ധൈര്യപ്പെടുത്തുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇതിലൊക്കെ വിജയം നേടുവാനായിട്ട് സാധിക്കും. ലോക മനുഷ്യര് ഇങ്ങനെയുള്ള പ്രയാസങ്ങളും ഇങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ അവര് ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്നു. അവരധൈര്യപ്പെട്ട് പരാജയപ്പെട്ട് ജീവിതത്തിൽ ഇനി ഒന്നുമില്ല എന്ന് മനസ്സിലാക്കി അവര് പരാജയത്തിന്റെ പടിപടിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ
ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹീതമായ ദൈവകൃപ എന്ന് പറയുന്നത്, അവൻ നമ്മൾ കാണിച്ച മഹാകരുണ എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ഒക്കെ സംഭവിച്ചാലും, 4 വിരൽ പോയാലും അല്ല മറ്റെന്ത് സംഭവിച്ചാലും നമ്മുടെ ദൈവം നമ്മെ ശക്തിപ്പെടുത്തുന്നവനാണ്. ഇതല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അവർ നമ്മെ നടത്തും, നമ്മെ പുലർത്തുമെന്നുള്ള ആ ഉത്തമ ബോധ്യമുള്ളവരായി തീർക്കുവാൻ അവിടുത്തെ ദൈവം നമ്മോട് കരുണ കാണിച്ചു. അതാണ് നമ്മുടെ ധൈര്യം. അവർ നമ്മെ സഹായിക്കും, യാതൊരു സംശയവുമില്ല. നമ്മുടെ ദൈവം നമ്മെ സഹായിക്കുന്ന ദൈവമാണ്. ഇങ്ങനെയുള്ള പ്രതിസന്ധികളുടെ സാഹചര്യങ്ങൾ നാം കടന്നുപോയാലും നമ്മുടെ ദൈവം നമ്മെ സഹായിക്കുന്ന ദൈവമാണ്, നമ്മെ കരുതുന്ന ദൈവമാണ്. നമുക്ക് ആശ്വാസം കണ്ടെത്തുവാൻ സാധിക്കും. ഏത് പ്രയാസം നമുക്ക് ആശ്വാസം കണ്ടെത്തുവാൻ സാധിക്കും. 2 കാര്യങ്ങൾ പറഞ്ഞു എനിക്കാൻ ആഗ്രഹിക്കുകയാണ്. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം അതിന് 3-ാം വാക്യത്തില് അവിടെ പദപ്രയോഗം ഇങ്ങനെയുണ്ട്: സർവാശ്വാസങ്ങളുടെയും ദൈവം. നമ്മുടെ ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. അവൾ സർവാശ്വാസത്തിന്റെയും ദൈവമാണ്. റോമാലേഖനം വായിക്കുന്നത് 15-ാം അധ്യായം വായിക്കുന്നത് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന ആശ്വാസം. അതായത് നമ്മുടെ ദൈവം വചനത്താൽ നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണല്ലേ! ഈ അനുഗ്രഹീതമായ വേദപുസ്തകം നമ്മുടെ ഭാഷയിൽ നമുക്ക് ലഭിച്ചു എന്നുള്ളത്, നമ്മളൊന്നും ഇപ്പൊ അതൊന്നും എത്ര ചികിത്സ കാണുന്നു, പക്ഷേ നമ്മുടെ ഭാഷയിൽ ഈ പുസ്തകം നമുക്ക് ലഭിച്ചു എന്നുള്ളത് എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. ഇങ്ങനെയുള്ള ദൈവത്തിൽ രേഖപ്പെടുത്തിയ സത്യങ്ങൾ നാം വായിക്കുമ്പോൾ, നാം മനസ്സിലാക്കുമ്പോൾ, അവൻ നമുക്ക് ധൈര്യപ്പെടുവാനും നമുക്ക് ആശ്വസിക്കുവാനും നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമുക്കൊരിക്കലും പിറുപിറുക്കുവാനോ ദൈവത്തോട് ചോദിക്കേണ്ട വരാതെ, ദൈവമേ ഇതെന്താണെന്ന് ചോദിക്കേണ്ട വരാതെ, ദൈവം നൽകിയത് അങ്ങനെ തന്നെ നാം സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിന് പ്രയോജനകരമാകുന്ന ഒരു സ്ഥിതി നയിക്കുവാൻ നമ്മെ ശക്തിപ്പെടുത്തുന്നതാണ് ഈ വചനം ദൈവം നമുക്ക് നൽകി. സർവാശ്വാസങ്ങളുടെ ദൈവവചനം നമുക്ക് നൽകി. ആ വചനത്തിലൂടെ നമുക്ക് ആശ്വസിക്കുവാനും നമുക്ക് മഹത്വപ്പെടുത്തുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, നാം എല്ലാം മനുഷ്യരാണ്. നമുക്കെല്ലാം മാനുഷികമായുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ ഞാൻ സൂചിപ്പിച്ചു, എന്റെ സ്ഥലസഭയിൽ നിന്ന് ഒരുപാട് ദൈവമക്കള് എന്റെ അടുത്ത് വന്ന് എന്നെ ഒരുപാട് ആശ്വസിപ്പിച്ചു. ഈ സ്ഥലസഭയിൽ നിന്ന് അനേക ദൈവമക്കള് എന്റെ അടുത്ത് വന്ന് എന്നെ ആശ്വസിപ്പിച്ചു. പലരും ഫോണിൽ വിളിച്ച് എന്നെ ആശ്വസിപ്പിച്ചു. പല കാര്യങ്ങൾ പറഞ്ഞ് എന്നെ ധൈര്യപ്പെടുത്തി. മാനുഷികമായ ആശ്വാസങ്ങളെല്ലാം തന്നെ അതിൻ്റെ പരിമിതികളുണ്ട്. എന്നാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, അതിന്റെ എല്ലാം പരിമിതികളുണ്ട്. എന്നാൽ നമ്മെ സഹായിക്കുന്ന, നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ അത്ഭുതകരം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മെ സന്തോഷിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. നമുക്ക് ദൈവത്തിൽ ആശ്വസിക്കുവാനും നമുക്ക് ദൈവത്തിൽ ശരണപ്പെടുവാനുമായിട്ട് ദൈവം നമ്മെ സഹായിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവും. മനുഷ്യമായ ആശ്വാസം എല്ലാം തന്നെ താൽക്കാലികമാണ്. എന്നാൽ നമുക്ക് അതിനപ്പുറത്തേക്ക് ദൈവികമായ ആശ്വാസം നമുക്ക് ലഭിക്കുമെന്നുള്ളതിന് നമ്മുടെ കർത്താവ് പ്രാപ്തനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 6:22 വായിക്കുന്നുണ്ട്, ഈ ആശ്വാസം നിങ്ങളുടെ ഹൃദയങ്ങളെ ആർക്കൊക്കെ ഈ ആശ്വാസം ലഭിക്കണം എന്ന് നമ്മൾ വായിക്കുമ്പോൾ അതിനൊരു ചെറു ചിന്ത ഇങ്ങനെ പറഞ്ഞു പോകാം. റോമാലേഖനം 1-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം വായിക്കുന്നത്, പൗലോസ് പറയുകയാണ്, തന്റെ കത്തെഴുതുന്ന പറയുകയാണ്, എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന്. അപ്പോസ്തലനായ പൗലോസ് പറയുക, എനിക്ക് ആശ്വാസം ലഭിക്കണം. റോമാലേഖനം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന കാര്യമാണ്, എനിക്കും ആശ്വാസം ലഭിക്കും. അതായത് അപ്പോസ്തലനായ പൗലോസിന് ഇത് ആവശ്യമാണ്. നമ്മൾ വിചാരിക്കും, നമ്മളൊക്കെ സാധാരണക്കാരാണല്ലോ, നമ്മളൊക്കെ അങ്ങനെ ചിന്തിക്കുന്നവരാണല്ലോ. പക്ഷെ അപ്പോസ്തലനായ പൗലോസ് പറയുക, എനിക്ക് ആശ്വാസം ലഭിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസിനും ഈ ആശ്വാസം ആവശ്യമാണ്. മാത്രമല്ല, താൻ എഫെസ്യരിൽ എഴുതുമ്പോൾ അവൾ പറയുന്ന കാര്യമുണ്ട് 6:22, എല്ലാവർക്കും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈ ആശ്വാസം ആവശ്യമാണ്. എല്ലാവർക്കും. കാരണം നാം പരിമിതിയുള്ളവരാണ്, നമ്മുടെ ചിന്തയിൽ പരിമിതിയുള്ളവരാണ്. നാം പലപ്പോഴും ആശ്വസിക്കുവാനും നാം ആഗ്രഹമുള്ളവരാണ്. മറ്റുള്ളവരാളുള്ള ഒരു സഹായം, ഒരു കരുതല് നാം ആഗ്രഹിക്കുന്നവരാണ്. ഒക്കെ ശരിയാണ്. പ്രിയ സഹോദരന്മാരെ, നമ്മൾക്ക് നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ നമ്മൾക്ക് ആശ്വാസം കണ്ടെത്തുവാനായിട്ട് നമുക്ക് ഇടപെടേണ്ടത് വളരെ ആവശ്യമാണ്. എല്ലാവരുടെയും ഹൃദയങ്ങളെ ദൈവത്തിന്റെ ആശ്വാസം കണ്ടെത്തുവാനായിട്ട് നാം ആഗ്രഹിക്കുകയാണ്. നമ്മളെ ആശ്വസിപ്പിക്കുന്ന, നമ്മെ സഹായിക്കുന്ന ഒരു കർത്താവുണ്ട്. ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ആശ്വാസം ആവശ്യമാണ്. നമുക്ക് ഒരുപക്ഷെ ലോകത്തിൽ നിന്ന് അത് കിട്ടുകയില്ല. ഒരുപക്ഷെ ദൈവമക്കൾ ഒരുപക്ഷെ വന്നാൽ ഒരു ആശ്വാസം നമുക്ക് ആണെങ്കിലും അതിനൊക്കെ പരിമിതികളുണ്ട്. എന്നാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവുണ്ട്. ഒരൊറ്റ വാക്ക് 2 വാക്യം വായിച്ച് ഞാൻ ഇരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കും. നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവുണ്ട്. മത്തായി സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യം വാക്ക് കിടപ്പുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ നിങ്ങളെല്ലാം എന്റെ അടുത്ത് വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. കർത്താവായ യേശു ക്രിസ്തു അങ്ങനെ പറയണമെങ്കിൽ അവിടെ ആശ്വസിപ്പിക്കുവാൻ യോഗ്യനായ ദൈവമാണെങ്കിൽ, അവിടെ ആശ്വാസം നമുക്ക് നൽകുവാൻ അവിടെ യോഗ്യ ദൈവമാണെങ്കിൽ, ആ ദൈവം കടന്നുപോയ വഴികളെ നാം പരിശോധിക്കുമ്പോഴാണ് എത്രത്തോളം അവിടെ
അവർ നമ്മെ ആശ്വസിപ്പിക്കാൻ പ്രാപ്തനാണ്. നമുക്ക് ഒറ്റ വാക്യം എടുത്ത് വായിച്ച് ഞാൻ ഇരിക്കേണ്ട ഒറ്റ വാക്യം കൂടി നമുക്ക് സങ്കീർത്തനം 69:20 വാക്യം, സങ്കീർത്തനങ്ങൾ 69 സങ്കീർത്തനം അതിലെ 20 വാക്യം കൂടെ വായിച്ച് ഇരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: നിന്ന എന്റെ ഹൃദയത്തെ തകർത്തു, ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു. വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു, ആർക്കും തോന്നിയില്ല. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ല. എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ദുഃഖത്തിന്റെ പൂർണ്ണത ഇതുപോലെ അനുഭവിച്ച മറ്റൊരു മനുഷ്യൻ ഇന്ന് ലോകത്ത് ഉണ്ടായിട്ടില്ല. ദുഃഖത്തിന്റെ പൂർണ്ണത ഇതുപോലെ അനുഭവിച്ച മനുഷ്യൻ, ആ മനുഷ്യനാണ് പറയുന്നത്, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമുക്ക് നമ്മുടെ ആശ്വാസത്തിന്റെ ആവശ്യകത എത്രത്തോളം ഉണ്ട് എന്നറിയുന്ന ഒരേ ഒരു ദൈവം, അത് നമ്മുടെ കർത്താവ് മാത്രമാണ്. അത് നമ്മുടെ കർത്താവ് മാത്രമാണ്. ദുഃഖത്തിന്റെ പൂർണ്ണത അത് എത്രത്തോളം ഉണ്ടെന്ന് ഇതുപോലെ അറിഞ്ഞ മറ്റൊരു വ്യക്തിയില്ല. അനേക പ്രയാസം പ്രതിസന്ധിയിലൂടെ കർത്താവ് പോയി, അല്ലേ? നമ്മൾ ചിന്തിച്ചതാണ്, തന്നെ കുന്തം കൊണ്ട് കുത്തി, തന്നെ ചാട്ടുവാർ കൊണ്ട് അടിച്ചു, തല മുൾക്കിട വെച്ച് അടിച്ചു, എല്ലാം ശരിയാണ്. പക്ഷെ കർത്താവ് ഒരു വാക്ക് ഇങ്ങനെയാണ്: നിന്ന എന്റെ ഹൃദയത്തെ തകർത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വിശദീകരിക്കുവാൻ സാധിക്കില്ല. അതാണ് തന്റെ ഹൃദയത്തെ തകർത്തതായിട്ട് ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ല, ആരെയും കണ്ടില്ല. നമുക്ക് മാനുഷികമായ ആശ്വാസമൊക്കെ ലഭിക്കുന്നവരാണ്, എന്നാൽ ഒരു മാനുഷികമായ ആശ്വാസം പോലും നമ്മുടെ കർത്താവിന് ലഭിച്ചില്ല. എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ എല്ലാ ജീവിതത്തിൽ നമുക്ക് മാതൃകയാക്കാൻ സാധിക്കുന്ന നമ്മുടെ ദൈവ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയാൽ അവിടുന്ന് ആശ്വാസം കണ്ടെത്തുവാൻ അവിടെ തനിക്ക് ആരും ആശ്വാസം കണ്ടില്ല. നമ്മൾക്ക് ഒരുപക്ഷെ മാനുഷികമായ ലഭിക്കുമായിരിക്കാം, എന്നാൽ അതുപോലും ലഭിക്കാത്ത ആ ദുഃഖത്തിന്റെ ആ പ്രയാസങ്ങളുടെ പരിപൂർണത അനുഭവിച്ച ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവിലേക്ക് നമുക്ക് നോക്കാം, അവിടെ നമ്മൾ ആശ്വസിപ്പിക്കും. ഏത് പ്രയാസങ്ങൾ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതം വന്നുകൊള്ളട്ടെ, എന്ത് പ്രയാസം നമ്മുടെ ജീവിതം വന്നുകൊള്ളട്ടെ, അവിടെ നമ്മൾ ആശ്വസിക്കുന്ന ദൈവമാണ്, അവിടെ നമ്മൾ കരുതുന്ന ദൈവമാണ്, അവിടെ നമ്മൾ നടത്തുന്ന ദൈവമാണ്. ആ ദൈവത്തെ നാം പൂർണ്ണമായി ആശ്രയിച്ചാൽ, ആ ദൈവത്തെ നാം പൂർണ്ണമായി ശരണപ്പെട്ടാൽ അവിടെ നമ്മളെ സഹായിക്കുന്ന യാതൊരു സംശയമില്ല. അങ്ങനെയാണല്ലോ നമ്മളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടല്ലേ നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടല്ലേ ദൈവം നമ്മെ നടത്തുന്നത്. അതുകൊണ്ട് ആ പ്രത്യാശയോടെ, ആ പ്രതീക്ഷയോടെ നമ്മളെ ജീവിതം നമുക്ക് നയിക്കാം. അതിനാണ് ദൈവം സഹായിക്കട്ടെ. അവിടെ നമ്മൾ നയിക്കും.